ഉണ്ടായതായ പ്രത്യേകമായ അവസ്ഥയിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായ വിടുതൽ കർത്താവ് നൽകിയല്ലോ. ഇന്ന് പൽക്കാലം യാതൊരു ദോഷവും കൂടാതെ വണ്ണം ആമേൻ ഇത്രത്തോളം സന്തോഷവും സമാധാനവും ആരോഗ്യമുള്ളവരായി ഉള്ള ആ വ്യക്തിയായി കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ഒരുമിച്ച് പിന്നെയും കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട നല്ല പദവിക്കായി സ്തോത്രം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രോഗികളായിരുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കർത്താവ് സൗഖ്യം കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയിൽ പ്രത്യേകിച്ച് ഹല്ലേലൂയ നമ്മുടെ പാസ്റ്റർ ഫിന്നിയുടെ ആമേൻ കുഞ്ഞ് സാറ ആദ്യമായിട്ട് കടന്നു വന്ന് ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി കടന്നു വരുവാൻ തക്കനോടിയായി ആമേൻ കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ കൂട്ടായ്മ കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ആയിരുന്ന ഇടങ്ങളിൽ കർത്താവ് സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചുവല്ലോ. ദൈവമായ കർത്താവിൻ്റെതായ കരുതൽ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നതോർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് തന്നെ നമ്മളതിൻ്റെതായ തുടർച്ചയായിട്ടുള്ളതായ വേദഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സബിൻ, ആർ യു ഏബിൾ ടു കം? ഓക്കെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. നമ്മളെപ്പോഴും ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു വേദഭാഗമാണ്. നീതിക്ക് വേണ്ടി ഉള്ളതായ ഒരു വിശപ്പും ദാഹവും എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിപ്പാൻ തക്കൊണ്ട് താല്പര്യപ്പെടുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നിട്ട് തൻ്റെ അടുക്കലേക്ക് കടന്നു വന്നതായി പുരുഷാരത്തോട് ദൈവവചനം സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We've been meditating upon those instances when Jesus addressed the crowd that followed him while he was on earth. നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ച ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാനിടയായി. Earlier we meditated about blessed are the meek who will inherit the earth. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന് ചിന്തിക്കുവാനിടയായി. We later spoke about blessed are those who mourn for they will be comforted. അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും എന്നുള്ളതായ വിഷയമായിരുന്നു. And later we spoke about blessed are the meek for they will inherit the earth. ഇന്ന് അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത് ഈ 6-ാമത്തെ വാക്യമായിരിക്കുന്ന നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും എന്നുള്ള വിഷയമാണ്. And today we'll meditate on blessed are those who hunger and thirst for righteousness for they will be filled. ആമേൻ. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായ ഒരു വിഷയം എന്ന് ചോദിച്ചാൽ ഇവിടെ ഓർപ്പിക്കുന്നതായ ഒരു കാര്യം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. And what Jesus is teaching is blessed are those who hunger and thirst for righteousness. Praise the Lord. Hallelujah. അപ്പോൾ ഒരു വിശപ്പിനെ കുറിച്ച് ഒരു ദാഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. And it talks about a certain kind of hunger and thirst. ആ വിഷയം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് അത് മറ്റൊന്നുമല്ല നീതിയെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. And that hunger and thirst is about righteousness. അപ്പോൾ എന്താണ് നീതി എന്നുള്ളതായ വിഷയം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. And it's therefore important for us to understand what is righteousness. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് നീതി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ as we think about it, ആമേൻ, നമുക്ക് വേദപുസ്തകത്തിൽ 2 തരത്തിലുള്ളതായ നീതിയെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. From the Bible we learn there are 2 kinds of righteousness. ഒന്നാമത്തെ ആ നീതി എന്ന് പറയപ്പെടുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പൊസിഷണൽ righteousness, and second one is practical righteousness. അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത് പദവിയായി ലഭിക്കുന്നതായ നീതീകരണം, രണ്ടാമത് പ്രായോഗികമായ നീതീകരണം. And the 2 kinds of righteousness are the positional and practical. എന്താണ് പൊസിഷണൽ നീതീകരണം എന്ന് പറഞ്ഞാൽ? What does it mean when I call about positional righteousness?
വേദപുസ്തകം അതായത് മാനവരാശിയെക്കുറിച്ച് പറയുന്നതായ ഒരു കാര്യമുണ്ട്. എന്താണ്? എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെതായ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. And the Bible tells that for all have sinned and have lost the glory of God. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതി പ്രവൃത്തിയുമില്ലാത്ത ഒരു അവസ്ഥയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്വർഗത്തിൽ നിന്ന് കാണുമ്പോൾ. And while God looks at it as the humankind has lost all righteousness. ആമേൻ. അപ്പോൾ നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവം പിന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. And there's another reference, there is not one righteous. ആമേൻ. എന്നാൽ നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് കാൽവറി ക്രൂശിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് ഈ നീതീകരണം എന്ന് പറയപ്പെടുന്നത്. But what we understand is his righteousness comes through the sacrificial death of Christ on the cross of Calvary. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു നീതീകരണം എന്ന് പറയപ്പെടുന്നത് നാം നീതിമാന്മാരല്ലാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അർഹതയില്ലാതിരുന്നപ്പോൾ ദൈവമായ കർത്താവ് നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യാഗമായി നാം വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മെ നീതിമാനാക്കുകയാണ്. And that righteousness is when we believe on God, that while we were yet sinners and unworthy, God made a provision for us. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരല്ല, നാം ആരും നീതിമാന്മാരല്ല. What we need to understand is not one of us is righteous. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും പാപികളായിരുന്നു. As we all learned, we are all sinners. എന്നാൽ പാപികളായിരുന്നതായ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ ആ വ്യക്തി യേശുവിനെ അംഗീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം ആ വ്യക്തിയെ നീതിമാനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക. And when a sinner acknowledges the God's salvation, God makes him a righteous person. ആമേൻ. അപ്പോൾ അത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം നൽകുന്നതായ നീതിയാണ്. And that is the righteousness that God provides. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. As we turn our attention to 2 Corinthians chapter 5:21, we read this. ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 5:21. Amen. God made him who had no sin to be sin for us, so that in him we might become the righteous of God. ആമേൻ. അവിടെ പറയുന്നത് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. So God made him who had no sin to be sin for us, so that we could become righteous. അപ്പോൾ അവിടെ പറയുന്നത് നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന് പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗം ചെയ്തത് മുഖാന്തരം ലഭിക്കപ്പെട്ടതാണ് ഈ പൊസിഷനിലായിരിക്കുന്നതായ റൈച്ചസ്ന്റെ ആ പദവി നമുക്ക് ലഭിച്ചതു കൃപയാലാണ്. And we got that righteousness through God's grace as he became a sacrifice for us. ആമേൻ. നമ്മൾ പ്രത്യേകിച്ച് ഫിലിപ്പി ലേഖനത്തിൽ കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. In Philippians chapter 3 verse 19 we read this. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. Their destiny is 3 verse 9. 9. Oh, sorry. 3 is Philippians chapter 3 verse 9. And we read this, and found in him not having righteous of my own that comes from the law, but that which is through faith in Christ, the righteousness that comes from God and is by faith. ആമേൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് പദവിയായിട്ട് ലഭിക്കുന്നതായ ഈ നീതി എന്ന് പറയപ്പെടുന്നത് ദൈവത്തിന്റെ ദാനമാണ്. And this righteous, this positional one is God's gift for us. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് ഹല്ലേലൂയ ആമേൻ അതായത് അഹങ്കരിക്കുവാൻ തക്കവണ്ണം ഒന്നുമില്ല, നമ്മെ തന്നെ ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം ഒന്നുമില്ല. അർഹതയില്ലാതിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ കർത്താവിലുള്ളതായ വിശ്വാസം മുഖാന്തരം ലഭിക്കപ്പെട്ടതായ ഒരു പദവിയാണ് നീതിമാന്മാർ എന്നുള്ളതായ പദവി. And
therefore there is nothing for us to feel proud of, because while we were unworthy, God gave us this righteousness through His grace. എന്നാൽ അങ്ങനെ ലഭിക്കപ്പെട്ടതായ പ്രിയപ്പെട്ടവര്, ആ പൊസിഷൻ ലഭിക്കതായ പ്രിയപ്പെട്ടവര്, പിന്നെയുള്ളതായ കാര്യമാണ് പ്രാക്ടിക്കൽ റൈച്ചസ്നെസ് അല്ലെങ്കിൽ പ്രായോഗികമായ നീതീകരണം. And therefore, after that, we are introduced then to something called practical righteousness. പ്രാക്ടിക്കൽ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കപ്പെട്ടതായ നീതിയെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതൊന്ന് സസ്റ്റെയിൻ ചെയ്യേണ്ടത്, അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. And after we receive this positional one, we must maintain it through practical righteousness. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു നല്ല പദവി ലഭിച്ചു കഴിഞ്ഞാൽ പദവിക്ക് ഒരു മാനേജ്മെന്റ് പൊസിഷൻ ലഭിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ ഡിഗ്നിറ്റി, അതിൻ്റെതായ പൊസിഷൻ പാലിക്കേണ്ടത് അത് ലഭിച്ച വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. Just like in a corporate, if a person is in a management, the person needs to maintain the sanctity and the dignity associated to that office. കഴിഞ്ഞ രാത്രികാലം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം നീതീകരിച്ചതായ വ്യക്തികളെ, എന്നെയും നിങ്ങളെയും നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ ഇല്ലാതാക്കുവാൻ, ഈ നീതിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്നതായ സാത്താന്റെ ശക്തി എപ്പോഴും എന്റെയും നിങ്ങളുടെയും പുറകെ കൂടിയിട്ടുണ്ട്. There is always a power of darkness that is following us so that it can keep us away from this righteousness. എന്നാൽ അതിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതുപോലെ ഞാൻ തോന്നുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിക്കുകയുണ്ടായി, നാം ദൈവത്തിൻ്റെതായ സർവായുധവർഗം നമ്മൾ എപ്പോഴും ധരിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കണം. And therefore, to resist the evil one, we must wear all നമ്മൾ ധരിച്ചുകൊണ്ട് എപ്പോഴും നടക്കുന്നവരായിരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. Yeah, we must therefore work to defend ourselves against this power. അപ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ടതായി അർഹതയില്ലാത്തതായ ഈ പദവി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അതേസമയം തന്നെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകരുത്. We must always be responsible for the duty that we have in our spiritual and not depart from it. ആമേൻ. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. 1 തീമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ആമേൻ. വായിച്ചാട്ടെ. You man of God, flee from all this and pursue righteousness, godliness, faith, love, endurance and gentleness. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു കാര്യമാണ്, നാം നമ്മുടേതായ അവസ്ഥയിൽ കർത്താവ് തന്നിരിക്കുന്നതായ ഈ നീതീകരണത്തിന് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അത് നമുക്ക് നമ്മുടേതായിട്ട് തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ, അത് തന്നെ സൂക്ഷിക്കണമെങ്കിൽ ഇവിടെ പറയുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. എന്താണ് വിട്ടോടേണ്ടതിന് മുമ്പേ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പല സംഗതികളുണ്ട്. ദ്രവ്യാഗ്രഹത്തെ നമ്മൾ വിട്ടോടണം, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ വ്യക്തികളാണെങ്കിലും എനിക്കും നിങ്ങൾക്ക് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതായ പദവികൾ നമ്മൾ നിൽക്കണമെങ്കിൽ ചിലത് വിട്ടോടണം. And what we are reminded here is to flee from all this and pursue righteousness, godliness, faith and endurance. And what should we flee from? We should flee from all the material and the carnal desires that is there in this world. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസും അതുപോലെയുള്ളതായ ആശയം സംസാരിക്കുന്നുണ്ട്. We also learn that Peter teaches us about something similar. 1 പത്രോസിൻ്റെതായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1:14 മുതലുള്ള വേദഭാഗം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. In 1 Peter chapter 1 verse 11 we read about this. വായിക്കാം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. Therefore prepare your minds for action, be self-controlled, set your hope fully on the grace
given when Jesus Christ is revealed as obedient children, do not conform to the evil desires you had when you lived in ignorance. അപ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആ പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. We must therefore maintain that position that God has given us. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയപ്പെടുന്നതായ നീതി എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തെ നീതിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. In the Gospel of Matthew, Jesus talks us about the second kind of righteousness. ഏത് റൈച്ചസ്നെസ് ആണ്? പ്രായോഗികമായിട്ടുള്ളതായ നീതീകരണം. The second one is the practical righteousness. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ നീതിയിൽ നിലനിൽക്കുവാൻ തക്കമുള്ളതായ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു ദാഹം അല്ലെങ്കിൽ ഒരു വിശപ്പ് കർത്താവേ എനിക്ക് നൽകണമേ എന്നുള്ളതായ ഒരു ആഹ്വാനമാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. And the direction there is for us to have that hunger and thirst to keep this righteousness. ആമേൻ. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഒരു കോമ്പസ് അല്ലെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വടക്ക് നോക്കി യന്ത്രം എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വടക്കും തെക്കുമായിട്ടുള്ളതായ നിലയിലാണ് എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. And if you look at a compass, what the compass always does is point towards the north. ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കോമ്പസിനെ അതായത് അതിൻ്റെതായ മെക്കാനിക്കലായിട്ട് അതിനെ സൃഷ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ രീതിയിലാണ്. It has been mechanically formed in such a way that it will always point that way. എങ്ങനെ ഇട്ട് തിരിച്ചെന്ന് പറഞ്ഞാലും ചെന്ന് നിൽക്കുന്നത് വടക്ക് തന്നെ ചെന്ന് അവസാനിക്കും. No matter which way you turn the compass, it will always point to the north. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ദൈവാത്മകമായിട്ടുള്ളതായ നിലയിൽ ദൈവമേ എന്നെ നീതീകരിക്കണമേ, ഹല്ലേലൂയ, എന്നെ ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ നീതി വർദ്ധിക്കുവാൻ, ദൈവത്തോട് അടുക്കുവാൻ എന്നെ അടുപ്പിക്കണമേ എന്നുള്ളതായ വ്യഗ്രതയും ആഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. In our lives we need that hunger, thirst and the desire that we will constantly have the righteousness and seek and pursue it. ആമേൻ. രണ്ടാമത് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഇൻ എ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ്. ആത്മീയമായ പശ്ചാത്തലത്തിൽ വിശപ്പും ദാഹവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Let us therefore now understand what hunger and thirst is in a spiritual context. ആമേൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ വിശപ്പ് അത്യാവശ്യമായ കാര്യമാണ്, ദാഹം അത്യാവശ്യമായ കാര്യമാണ്. വിശപ്പും ദാഹവും ഇല്ലെങ്കിൽ വളരെ കുഴപ്പം പിടിച്ച സംഗതിയുമാണ്. As a human being, hunger and thirst is a necessity, and if you do not have both, you will be in a problem. ആമേൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ, ഒരു മനുഷ്യന് ആരോഗ്യത്തോടുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമായിരിക്കുന്നതായ ആഹാരം ഭക്ഷിക്കണം. അതുപോലെ തന്നെ ആവശ്യമായിരിക്കുന്നതായ ദാഹജലവും കുടിച്ചുകൊണ്ടേയിരിക്കണം. For a human being to survive, he needs to have that hunger and thirst and food and water. ആമേൻ. അതുകൂടാതെ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. Without that, you cannot sustain yourself. എന്നാൽ ദൈവമായി കർത്താവ് ഇവിടെ പറയുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതായ പ്രത്യേകത, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ആമേൻ, നമ്മുടെ ശാരീരികമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അതേപോലെയുള്ളതായ വിശപ്പും ദാഹവും ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. And what Christ is teaching us is just as we have this biological needs, we must have the hunger and thirst for our spiritual needs. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ വിശപ്പിലൂടെ അല്ലെങ്കിൽ ദാഹത്തിലൂടെയാണ് സാത്താൻ പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. We know that the evil one tries to enter our lives through this hunger and thirst. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ തന്നെ സംഭവിച്ചത്. ആമേൻ. സാത്താൻ വന്ന് ആ ഒന്നാമത്തേതായ ആ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ആഹാരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. We know that in Garden of Eden, to the first family, Satan deceives them through the desire for food. ആമേൻ. ഹല്ലേലൂയ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ വിശപ്പിന് വേണ്ടി നിങ്ങൾ ഇത് കഴിച്ചാൽ
കഴിച്ചാൽ എന്നുള്ളതായ നിലയിൽ വിശപ്പിനെ ആയുധമാക്കിയിട്ടാണ് സാത്താൻ അവിടെ പ്രവേശിക്കുന്നത്. He deceives them and tells, if you have this, you will become like God, and enters into the life. എന്നാൽ സാത്താന്റേതായ അതെങ്കിൽ ആ കണ്ണിങ്നെസ് അവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാത്തത് കൊണ്ട് അവർ വീണുപോയി, അവർ പാപികളായി തീർന്നു. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. We learn through the word that they were deceived through the cunningness of Satan. എന്നാൽ അതേപോലെ തന്നെ ഹല്ലേലൂയ രണ്ടാമത്തെ ഒടുക്കത്തെ അവൻ ആദാമായിരിക്കുന്നതായ യേശുവിന്റെ അടുക്കലേക്കും സാത്താൻ താൻ വിശന്നിരുന്നതായ സമയത്ത് കടന്നു വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We know Jesus, who's also the last Adam, was approached by Satan when he was hungry. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞതിന് ശേഷം സാത്താൻ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് പറയുക, കൽപ്പിക്കാവ അപ്പമായി തീരുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ പ്രലോഭിപ്പിക്കുന്നതായ ഒരു സാത്താൻ ശക്തിയാണ് കാണുന്നത്. You see Satan tempting Jesus by saying, if you are the son of God, command the stones to turn to bread. എന്നാൽ അവനെ മനസ്സിലാക്കിയിരിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തു അവനോട് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ വചനം കൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ We see that കഴിയും. Jesus was able to resist the evil one because he said, man shall not live by bread alone. എന്നാൽ ഇവിടെ ഞാൻ രണ്ടാമത് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം ഇവിടെ ശരീരത്തിൻ്റെതായ വിശപ്പല്ല, ശരീരത്തിൻ്റെതായ ദാഹമല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ വിശപ്പും ദാഹവും ഉണ്ടായിരിക്കണം. What we are talking about is not the physiological hunger and thirst, but a hunger and thirst for the spirituality. ആമേൻ. ആമോസിൻ്റെതായ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യം In നമുക്കറിയാമല്ലോ. the book of Amos, we read a familiar passage. 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. In chapter 8, verse 11. ഒന്ന് വായിക്കാമോ? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ളതായ ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനായിട്ടുള്ളതായ വിശപ്പ്. Not a famine of food or thirst for water, but a famine of hearing the words of the Lord. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നതായ കാര്യം? ഇവിടെ മാനുഷികമായ നിലയിൽ ശരീരത്തിന് ആവശ്യമായിരിക്കുന്നതായ പോഷകം നൽകുന്നതായ അപ്പത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചല്ല പറയുന്നത്. We are not talking about the provision of food and water for the human body. നമ്മുടെ ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ അവൻ ശക്തിയോടുകൂടെ ബലപ്പെടുവാൻ, ശക്തിയോടുകൂടെ അവൻ വളരുവാൻ തക്കവണ്ണം ഈ അപ്പം മാത്രം പോരാ, ഈ ദാഹജലം അല്ലെങ്കിൽ ജലം മാത്രം പോരാ, ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ അവനെ പോഷിപ്പിക്കുന്ന, അകത്തെ മനുഷ്യനെ പോഷിപ്പിക്കുന്ന ദൈവവചനം ഹല്ലേലൂയ അത് നാം ഭക്ഷിക്കുന്നവരും പാനം ചെയ്യുന്നവരുമായിരിക്കണം. We must therefore become those who consume the spiritual food so that the inner man, the spiritual man, can be strengthened. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ 42-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-2 വാക്യങ്ങൾ വായിക്കുന്ന ഇങ്ങനെയാണല്ലോ. എന്താണ്? Psalms chapter 42 verse 1 and 2 we read this. മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. As the deer panteth for the water, so my soul longs for you. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ അവൻ വ്യഗ്രതയോടുകൂടെ, തീവ്രതയോടുകൂടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തിയാണ് കാണുവാൻ കഴിയുന്നത്. We are introduced to a person who has this great hunger and thirst to grow in God. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇതാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത്. This is what Jesus is talking about, that in our personal spiritual life, what he expects of us. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകണമെങ്കിൽ, ദൈവമായ കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഈ ഒരു വാഞ്ച എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. We must have such a desire if we want to go forward and grow in Christ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ മാനിനെ കുറിച്ച് പറയുന്നത് പോലെ ഹല്ലേലൂയ ആ ഇന്റൻസിറ്റി, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആ വ്യഗ്രത ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.
ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് എപ്പോൾ ചെന്നു ചേരാൻ തക്കവണ്ണം കഴിയും എന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരിക്കണം. We must have a similar strength, the desire to come close to God. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതലത്തിലേക്ക് നമ്മെ നയിക്കും. If we come like this and have the desire, God will take you to the place that you want to be. ഇന്ന് എന്നെ കേൾക്കുന്നതായ ദൈവജനമേ, നമ്മൾ ഇന്ന് ഏത് ഭാഗത്താണ് ആയിരിക്കുന്നത്? Those who are listening to me this morning, where are we today? ആമേൻ. ഈ കർത്താവിൻ്റെതായ നീതി ആവശ്യമാണെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of us desire this righteousness? ആമേൻ, ഹല്ലേലൂയ. വിശപ്പ് എന്ന് പറയപ്പെടുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ്. And that hunger is a gift that God has given us. ഒരു ബോഡിയിൽ, ഒരു ശരീരത്തിൽ വിശപ്പെന്ന് പറയുന്നതിൽ വിശപ്പില്ലെങ്കിൽ നമ്മൾ സാധാരണ ഡോക്ടറിന്റെ അടുക്കൽ കടന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം നമ്മൾ അവർ കഴിക്കുന്നില്ലെങ്കിൽ അത് പണ്ടൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ടോണിക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു വിശപ്പുണ്ടാകാൻ. If we don't have the hunger, we would go to a physician. Like you remember when kids, when they were not hungry, you would give them a tonic. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരത്തിന് വിശപ്പും ദാഹവും എന്നൊക്കെ പറയുന്നത് വളരുവാൻ തക്കവണ്ണം ദൈവം ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നതായി, മെയിൻറ്റെയിൻ ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്നതായ ഒരു സമ്മാനമാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്നതായ ഒരു സമ്മാനമാണ്. ഹല്ലേലൂയ. ഈ വിശപ്പ് നീതിക്ക് വേണ്ടിയുള്ളതാ വിശപ്പ്. ആമേൻ. നീതിക്ക് വേണ്ടിയുള്ളതായ ദാഹം. ഈ ദാഹമില്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് വളരുവാൻ തക്കവണ്ണം കഴിയില്ല. Just like God has provision for us with the hunger for the body, He has given us a hunger and thirst for His righteousness, and we must long to have that righteousness. ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരു നേരത്തെ ഞാൻ കഴിഞ്ഞ ഒരു പൽക്കാലം ഓർപ്പിക്കുകയുണ്ടായാലും വെള്ളിയാഴ്ചയാണോ എന്ന് തോന്നുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ ആത്മീയമായ സംഘടന അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു കൂടുമ്പോൾ മാത്രമല്ല ഈ ആഗ്രഹം വരേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നിന്ന് ആരാധന കഴിഞ്ഞിട്ട് നമ്മുടെ ഒഫീഷ്യൽ ജീവിതം നാളെ അല്ലെങ്കിൽ സ്കൂൾ ജീവിതം നാളെ ആരംഭിക്കുമ്പോഴും ഈ ആഗ്രഹം നമ്മൾ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. This hunger and thirst, as I reminded you on Friday, is not one that manifests in our fellowship, but whether in your workplace, your schools or colleges, it should always manifest. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റത്തവണ ആഴ്ചകൾ ഒറ്റത്തവണ ഉള്ളതായ ഒരു ആഗ്രഹമല്ല. ഹല്ലേലൂയ. കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ടുള്ള ആഗ്രഹം. കർത്താവേ, ഹല്ലേലൂയ, എന്നെ നീതീകരിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, നിന്റെ കൃപയിൽ നിർത്തണമേ. ഹല്ലേലൂയ. അതിനു വേണ്ടി ഒരു വാഞ്ച നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. Oh, it is not a desire that should show up once a week, but it's something that should be continuous, where we come to God and say, strengthen me and sanctify me and keep me righteous, O God. ആമേൻ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു ലേഖനം വായിക്കുമ്പോൾ ഹല്ലേലൂയ അനേക വർഷങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ചതായ പൗലോസിൻ്റെതായ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് മനസ്സിലാക്കുവാൻ When we go through the epistles, we will learn through Paul, who spent years serving God. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. In the book of Philippians chapter 3 verse 10, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. we read this: അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെയും ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. I want to know Christ and the power of His resurrection, and the fellowship of sharing in His suffering, becoming like Him in His death, and so somehow to attain to the resurrection from dead. ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ വർഷങ്ങളോളം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച, കർത്താവിന് വേണ്ടി പോരാടിയ, അനേകരെ കർത്താവിലേക്ക് നേടിയ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് വല്ല വിധേനയും എൻ്റെ കർത്താവിനെ കൂടുതലായി അറിയണം. ആമേൻ. എത്ര മനസ്സിലാക്കിയാലും എത്ര അറിഞ്ഞാലും മതിയാകാത്തതായ നിലയിലുള്ളതായ ഒരു വാഞ്ച.
And we're talking about Paul, who spent years toiling for the ministry and was raised up to the third heaven. And he says, I want to know my Christ even more. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വാഞ്ച നമുക്കുണ്ടോ? ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ നീതീകരണം ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ദൈനംദിനം പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, നീ വർദ്ധിച്ചു വരുവാൻ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഒരു വാഞ്ച നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. Do we have the desire? We should have the desire so that we continuously are sanctified and grow up to the head of Christ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കലേക്ക് നാം ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഇനിയും പോകാനുണ്ട്, ഇനിയും പ്രാപിക്കുവാനുണ്ട്, ഇനിയും ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ വളരുവാൻ തക്കവണ്ണമുണ്ട് എന്നുള്ളതായ ആശയോട് ആമേൻ പ്രത്യാശയോടുകൂടെ നമ്മൾ അടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മെ ആഴങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ആത്മീകമായ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് കഴിയും. As we approach him, and if we have the desire to keep growing in him, he is going to take us to the depths that we have never experienced before. അടുത്ത പോയിന്റ് എങ്ങനെയാണ് വായിക്കുന്നത്? പ്രോമിസ് ഓഫ് ബീയിങ് ഫിൽഡ്, അത് നിറവേറ്റപ്പെടുന്നതായ ദൈവത്തിന്റെ വാഗ്ദത്തം. The next we will talk about the promise of being filled with righteousness. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ വായിച്ച വേദഭാഗം എന്താണ്? ഹല്ലേലൂയ. ആമേൻ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. We read in the beginning, blessed are those who hunger and thirst for righteousness, for they will be filled. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നതായ കാര്യം, കർത്താവിന്റെ അടുക്കലേക്ക് വിശപ്പുമായി വന്നാൽ, കർത്താവിന്റെ അടുക്കലേക്ക് ദാഹമായിട്ട് വന്നാൽ ഒരിക്കലും അതേ രീതിയിൽ മടങ്ങിപ്പോകേണ്ടി വരികയില്ല. What we are telling is, if we come to God with that hunger and thirst, you will not go back the same way. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? How many of you believe in this? ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, If we are in the presence of God this ഈ morning, പകലിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, as you listen to the word of God, നാം വന്ന അവസ്ഥയിലല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്പം കൂടെ ആത്മീയമായി വളർച്ച പ്രാപിച്ചവരായി കടന്നു പോകണമെന്നുള്ള വ്യഗ്രതയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു നൽകുന്ന ഹല്ലേലൂയ നല്ല ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. if you have come with the desire and hunger and thirst to know God more, he is a God who will fulfill your desire. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവേ കൂടുതൽ സന്തോഷം പ്രാപിക്കുവാൻ, കൂടുതൽ ആത്മാവിൽ സന്തോഷിക്കുവാൻ, ആത്മാവിൽ നിറയപ്പെടുവാൻ, ദൈവത്താൽ നയിക്കപ്പെടുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ തന്നെ ദൈവത്തിന് നിങ്ങളെ സംതൃപ്തരാക്കുവാൻ കഴിയും. If you come with the desire and say, God, I want to grow in my spiritual, in the spiritual happiness, he is a God who is right now able to change you. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. In the book of John chapter 6 verse 35 we read this. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. He says, I am the bread of life. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. Those who come to me will never hunger. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. Those who trust in me will never thirst again. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെതായ സ്വഭാവം. This is the characteristic of our God. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മുടെ ആവശ്യത്തെ അറിയിച്ചാൽ, If you come to him and let you know your desire, യേശുവിന്റെ അടുക്കൽ വന്ന് നമ്മുടെ മനസ്സ് തുറന്നാൽ, if you open up your heart to him, യേശുവിന്റെ അടുക്കൽ വന്ന് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ, if you submit yourself to him, നാം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി, more than you ask, നാം നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായി, more than you desire, നമ്മൾ ഒരിക്കലും ഭാവനയിൽ കാണാത്തതുപോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. he is a God who is able to do more exceedingly than you imagine. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും, Not just in this world but in the world to come. ദൈവജനമേ, ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ വചനത്തിന്റെ മുമ്പാകെ എന്നെയും നിങ്ങൾ
ജീവിതങ്ങളെയും ഒന്ന് സമർപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? Are you those who are listening to the word this morning? Can you submit yourself to the word? കർത്താവേ, ഞാൻ ഇതുവരെ വന്നത് പോരാ, ഇതിനേക്കാൾ കൂടുതലായി ദൈവശക്തി കേൾക്കുവാൻ, അറിയുവാൻ, പ്രാപിക്കുവാൻ, ആത്മാവിനാൽ നിറയുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? Can we pray and submit? God, I want to know you and experience the power more. ഹല്ലേലൂയ. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വരുവാനുള്ള ലോകത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? In the book of Exodus we learn about the world to come like this. 7-ാം അധ്യായത്തിന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 16-17 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. Never again will they hunger, never again will they thirst. The sun will not beat upon them, nor any scorching heat. For the lamp at the center of the thorn will be the shepherd. He will lead them to the springs of living water, and God will wipe away every tear from their eyes. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നതായ ഈ ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ തൃപ്തി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല, നമ്മൾ നോക്കി പാർത്തിരിക്കുന്നതായി നിത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ ആമേൻ വിശപ്പ് അനുഭവിക്കാതെ വണ്ണം നമ്മെ സമൃദ്ധമായി സംതൃപ്തിയിൽ നടത്തുന്ന ഒരു ദൈവം. God, not just in this world, but in the world to come, that He will lead us through fulfillment. 5-ാമത്തെ പോയിന്റ് ഞാൻ പെട്ടെന്ന് പറയട്ടെ. Hallelujah, the transformation that comes with the hunger and righteousness. Hallelujah, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിനൊപ്പം വരുന്ന പരിവർത്തനങ്ങളെ കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നത്. Next we will learn the 5th point. The transformation comes from the hunger for righteousness. വിശപ്പിന് വേണ്ടി നീതിക്ക് വേണ്ടി വിശന്നാൽ, നീതിക്ക് വേണ്ടി ദാഹിച്ചാൽ അവരുടേതായ ജീവിതത്തിൽ ദൈവം നൽകുന്നതായ ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനങ്ങളെ കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. And God teaches us about this transformation that comes when you hunger for righteousness. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഒന്നാമത് നടക്കുന്നതായ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. The second transformation is if anyone is in Christ, he is a new creation. അപ്പൊ അത് അകത്ത് നടക്കുന്നതായ സംഭവമാണ്. It is a change that happens internally. എന്നാൽ രണ്ടാമത് നടക്കുന്നതായ സംഭവം എന്ന് ചോദിച്ചാൽ അകത്തുള്ളത് പുറത്ത് പുറപ്പെടുവിക്കുന്നതായ കാര്യമാണ്. The second change is what is inside will come forth outside. ആന്തരികമായി നടന്നതായ മാറ്റം മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ ഫലം കാണുമ്പോഴാണ്. When the inner change is manifested is through our behavior. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 5:22 മുതലുള്ളതായ വേദഭാഗത്ത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. That is what we read in Galatians chapter 5 verse 22. അപ്പോൾ അകത്തും പുറത്തും ഹല്ലേലൂയ ഒരു പരിവർത്തനപ്പെട്ടവരായി, പരിവർത്തനം പ്രാപിച്ചവരായി ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം കഴിയും. We must be able to serve God as a person changed internally and externally. അവൻ നീതിക്ക് വേണ്ടി വിശന്നാൽ, നീതിക്ക് വേണ്ടി ദാഹിച്ചാൽ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തിൽ ഫലം കൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും ഒക്കെയും കൊണ്ട് ആത്മാവിന്റെ ഫലത്താൽ ഹല്ലേലൂയ നാം അതായി സമ്പുഷ്ടമായി തീരും. And if we are able to display the fruits of the Spirit, love, joy, peace, patience, self-control, word, all that, and God will be able to do that. അവർ ഇന്ന് പൽക്കാല ദൈവത്തിന്റെ മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞതുപോലെ നീതിക്ക് വേണ്ടി വിശപ്പ്, നീതിക്ക് വേണ്ടിയുള്ളതായ ഒരു ദാഹവും എന്നിൽ തന്നിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക്, ഒരു സംതൃപ്തിയുടെ അവസ്ഥയിലേക്ക് എന്നെ നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. May we pray this, God, give me that hunger and thirst so that I will grow up to the way that you want me to be. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. He's a God who will fulfill your desires. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ളതായ സമയം നമുക്ക് ഇംഗ്ലീഷ് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.